അതുകൊണ്ട് മൗലൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിന് മുഴുവൻ പറയേണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സെമീന 66 വകയാണ് കലാതി, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എണ്ണമുള്ള ഒരു മൗലൂദ് എടുക്കാം, ഒരു സെമീന എടുത്തിട്ട് അതിൽ അവർ അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലീസ്റ്റ് എന്നാണ് അല്ല. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ 33 ഒരുപാട് പറഞ്ഞല്ലോ. ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏതാണെങ്കിലും നമുക്ക് അത് ചർച്ച ചെയ്യാം. പിന്മാറേണ്ടത് ചെയ്യും. അത് ശരി, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെക്കാൾ പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാല് പല 66 വക, പല ജാതി 66 വക ഉണ്ട്. 66 വക, പല ജാതി 66 വകയുണ്ട് ഇവിടെ. ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ട്, അവരുടെ വീട്ടിലുള്ള സെബീനുണ്ട്. അതൊക്കെ സത്യമാണ്, ശരിയാണ് എന്ന് വിശ്വസിച്ചാണ് അവർ വാങ്ങിക്കൊണ്ടുപോയത്. ഇതുപോലുള്ള മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ടാണ് വാങ്ങിക്കൊണ്ടുപോയത്. എങ്കിൽ ഇപ്പോഴെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഒരുപക്ഷെ CD പിന്നീട് കേൾക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ കേൾക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട സംഗതി, സബീനയിൽ ഉള്ള സംഗതികൾ മുഴുവൻ ഇവർ അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ ഇവിടെയുള്ള പല ആളുകളും അത് വാങ്ങിക്കൊണ്ടുപോയത് അതെല്ലാം ശരിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മൗലിദികളിൽ അതിൽ തെറ്റാണ്, വിദഅത്തുണ്ട്, പലരും ശിർക്കുണ്ട് എന്ന് ഇത്രയും ഞങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്കുള്ള ചർച്ചയ്ക്ക് വരാൻ അതേ തയ്യാറാണെന്ന് പറയാൻ ഈ ഇരിക്കുന്ന പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ മുജാഹിദുകളുടെ മുഖാമുഖം ഇരിക്കാൻ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് എല്ലാം സാധ്യമാകുന്നില്ല എന്നത് സാധാരണക്കാരായ ആളുകൾ, ഐക്യവേദിയുടെ ആളുകൾ, നിഷ്പക്ഷതയോടെ വിലയിരുത്തുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നാണ്. ശ്രദ്ധിച്ചാളെ, ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ, ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും, ഏത് പറ്റൂല എന്ന് ഇരു വിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. 1 ബർസഞ്ചി മൗലിദ്, 2 ബാരി അംഷാജ് മൗലിദ്, 3 ജാല മുഹമ്മദ് മൗലിദ്, 4 സിദ്ദീഖ് മൗലിദ്, 5 നഫീസത്ത് മൗലിദ്, 6 ഷാഹുൽ ഹമീദ് മൗലിദ്, 7 ഷറഫുലന മൗലിദ്, 8 മങ്കൂസ് മൗലിദ്, 9 മൊഹിയുദ്ദീൻ മൗലിദ്, 10 റിഫായി മൗലിദ്, 11 ബദ്ർ മൗലിദ്, 12 സുബ്ഹാന മൗലിദ് എന്നീ 12 മൗലിദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തത് എന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി, ഈ സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ മൗലിദിന്റെ ഏടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത്, ഓതാറുള്ളത് 2 മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷറഫല്ലനാം, മറ്റൊന്ന് മങ്കൂസ്. ഈ നാടുകളിൽ, ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ നാട്, ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ. നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് 2 മൗലിദും പിന്നെ മറ്റൊന്നും മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത 15 മൗലിദും. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ. സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ചോദിച്ചതുകൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു സഖാവത്ത് സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 1 ഷറഫല്ലന മൗലിദ്, മറ്റൊന്ന് മങ്കൂസ് മൗലിദ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 185, 255, 333 അതിലൊക്കെയുള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയും.
ഓക്കെ, ഇത് തെറ്റാണോ ശരിയാണോ? ഞങ്ങളതാ പറയുന്നത്. അതിൽ മറുപടിയാണ് പറയുന്നത്. അത് തെറ്റാണ്. അതെ, അതിന് മറുപടിയാ പറയുന്നത്. ഇത് ഇറക്കിയത് അഷ്റഫി ബുക്ക് സെന്റർ തിരുവനന്തപുരം. ഒരു സ്വകാര്യ കമ്പനിയാണ്, സുന്നികളുടെ സ്ഥാപനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അല്ലല്ല, സുന്നികളുടെ സ്ഥാപനം. നിങ്ങൾ ഇടപെടരുത്. നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നു സ്വകാര്യ കമ്പനികൾ ഇറക്കിയിട്ടുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, അതിലെന്തൊക്കെയാണ് അതിലവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കാതെ പറയാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഓതാറുള്ളതും സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ളതുമായ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അല്ല, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. സുന്നികൾ ഇറക്കിയിട്ടുള്ളതും ഇതിൽ പെശകില്ല എന്ന് ഉറപ്പുള്ളതുമായ മൗലിദുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം. അത് നിങ്ങൾക്ക് ഉറപ്പുള്ളതാണ്. മറ്റത് അതിൽ എന്തൊക്കെയാണ് കടത്തി കൂട്ടിയിട്ടുള്ളത്, അതിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രസ്സുകാർ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് പരിശോധിച്ച ശേഷമല്ലാതെ പറയാൻ കഴിയില്ല. ഇത് ശരിയാണോ തെറ്റാണോ? അതായത് കീറിക്കളയണം. കീറിക്കളയാൻ പാടില്ല, ഒരിക്കലും കീറിക്കളയാൻ പാടില്ല. കാരണം അതിൽ നമ്മൾ ഈ പറഞ്ഞ മൗലിദുകളുണ്ടല്ലോ. ഇത് എന്റെ വളരെ വ്യക്തിപരമായ കാര്യം. അതെ, മുസ്ലിം ഐക്യവേദിയോടോ അല്ല, അതിന് മറുപടി രണ്ട് കൂട്ടത്തിലുള്ള ഉത്തരം തന്നെ. ഞങ്ങൾ പറയുന്നു വെല്ലുമ്മ വായിച്ച സാധനം തെറ്റാണോ ശരിയാണോ പറഞ്ഞത്. ആ പറഞ്ഞ മൗലിദ് കീറിക്കളയാൻ പാടില്ല. മൗലിദുകൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള മൗലിദുകൾ പൂർണ്ണമായും ശരിയാണ്. അല്ലാത്ത മൗലിദുകൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാറുള്ളതോ ഓടാറുള്ളതോ അല്ല. അത് പരിശോധിച്ചതിന് ശേഷമേ അതിൽ വല്ലതും കടത്തിക്കൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. മറ്റൊന്ന്, വല്യമ്മ ഓതിയതാണെന്ന് പറഞ്ഞു, വല്യമ്മ അതിലുള്ള മുഴുവനും കൂടി ഓതിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുകയുമില്ല. മനസ്സിലായോ? കാരണം ഞാൻ ഉദാഹരണം പറയാം. മക്കൂസ് അതിനുള്ള ഒരു മൗലിദാണ് ജായ മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ നുണകൾ പലരും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. വല്യമാനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. വല്യമ്മ നല്ല ശുദ്ധഗതിക്കാരിയാണ്, സുന്നിയാണെന്ന് ഉറപ്പാണ്. കാരണം മൗലിദ് ഓർന്നവരാണല്ലോ. അത് ശിർക്കും കുഫ്റുമാണ് അപ്പുറത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് വല്യമാനെ ചീത്ത പറയേണ്ടതില്ല, വല്യമോദ്യ മൗലിദിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ അതിൽ നമ്മളെ അംഗീകരിക്കുന്ന എണ്ണി പറഞ്ഞ മൗലിദുണ്ടല്ലോ, സുന്നികൾ ഇറക്കിയ മൗലിദ് കിതാബാണ്. ഇതിനുള്ളത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. വാദപ്രതിവാദം ചെയ്യാം. ഇതിനുള്ള മൗലിദുകൾ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. പിന്നെ അതിൽ വേറെ പല മൗലിദുണ്ട്. അതിൽ ആരൊക്കെയാണ് കടത്തിക്കൂട്ടിയുള്ളതെന്ന് പരിശോധിച്ച ശേഷമേ വിധി എഴുതാവൂ. അതാണ് സ്ഥിതി. എന്താ ഇത് വായിച്ചു? 90 വയസ്സായതിന്റെ വല്യമ്മ ഇതുവരെയും വായിച്ചു. ഇതിന്റെ മുമ്പ് ഈ മരിച്ചുപോയ ആൾക്കാർ ഇത് വായിച്ചിരുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരിത് ഓതിണ്ടാവും. അപ്പോ ഇത് അവർ ഓതിയത് തെറ്റാണോ? തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് തെറ്റാ നിങ്ങൾ പറയുന്നുണ്ട്. ഇതിലിപ്പോ തെറ്റ് അല്ല. ഒരു മിനിറ്റ്. ഓക്കെ മനസ്സിലായി. ഇപ്പൊ ഓക്കെ, അത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇത് മുസ്ലിം ഐക്യവേദിയുടെ ചോദ്യമല്ല. ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതിന് ഒരു ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ്. ഇല്ല, ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഇതിൽ വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു. അല്ലെ? അത് വായിച്ച തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റമില്ല. അതറിയില്ലെങ്കിൽ ഇത് ഇനിയും വായിക്കാൻ പോലും. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. അങ്ങനെയാണ്. ഇത് തെറ്റായി നിങ്ങൾക്കത് തെളിയിപ്പിക്കാനുള്ള ബാധ്യത ഉണ്ടോ? ഇത് തെറ്റാണെന്ന്. അപ്പോ ഉസ്താദെ ഇതിന് തെറ്റിട്ട് നമ്മുടെ വീട്ടുകാർക്ക് അറിയുന്നില്ലല്ലോ. അതല്ല